ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 39 ദിവസക്കാലം നമുക്ക് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് നമ്മളെ ഇടയാക്കി. ആ കർത്താവിൻ്റെ കൃപ നമ്മുടെ ഭവനങ്ങളിലിരുന്ന് അനുഭവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. കർത്താവിൻ്റെ കൃപയാൽ പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ, ഈ ഒരു ഫേസിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ 139 ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം ചേർന്ന് നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ദൈവം നല്ലവനെന്ന് കുറച്ചുകൂടി നന്നായിട്ട് രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. ആ കർത്താവിന് നമുക്ക് സകല മഹത്വവും അർപ്പിക്കാം. ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇന്ന് അവസാനിക്കുകയാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി പാഠങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ കൂടി ദൈവം നമ്മളെ കൈപിടിച്ചിട്ടുണ്ട്. ഉയർച്ചകളിലും താഴ്ചകളിലും ആ ദൈവത്തെ ആസ്വദിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം, വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മറക്കരുത്, നാളെ മുതൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ പുതിയ കാര്യങ്ങൾ നമ്മൾ പിന്നെയും പഠിക്കാൻ പോകുകയാണ്. വി ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ സീരീസ് വിച്ച് ഇസ് കമ്മിങ് അപ്പ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കണമേ എന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഞങ്ങളെ അങ്ങ് എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അങ്ങ് ഇടയാക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ 40 ദിവസങ്ങൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവെ ഞങ്ങളുടെ സഭയാം കുടുംബത്തിലെ ഓരോ മക്കളെയും അങ്ങ് ഇടയാക്കിയല്ലോ. അതിനായിട്ട് നന്ദി കർത്താവെ. അങ്ങയുടെ കൃപ ഞങ്ങളെ പൊതിഞ്ഞതിനായിട്ട് നന്ദി. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ കർത്താവെ പിന്നെയും അങ്ങയോട് അടുപ്പിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ അഭിഷേകത്തിന്റെ അളവ് അങ്ങ് ഉയർത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്ന എല്ലാ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കുമായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. പിന്നെയും അങ്ങ് ആരാധിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വർദ്ധിച്ച വീര്യത്തോടെ നമുക്ക് ദൈവത്തെ കരങ്ങളൊക്കെ അടിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. God bless you. Praise the Lord. Can we start the worship by reading from Isaiah chapter 40 verse 28 onwards? Have you never heard? Have you never understood? The Lord is the everlasting God, the creator of all the earth. He never grow weak or weary. No one can measure the depths of his understanding. He gives power to the weak and strength to the powerless. Even youths will become weak and tired, and young men will fall in exhaustion. But those who trust in the Lord will find new strength. They will soar high on wings like eagle. They will run and not grow weary. They will walk and not faint. Church, our 40 days fasting is ending today, but a new season is starting tomorrow. Hallelujah. There is a harvest waiting for us. We will not be shaken. We will not grow tired, because the promise of God is everlasting. Can we sing together? Give him praise. Hallelujah. Sing together. When hard times come and I feel alone and my world comes crashing down, I'm not left behind. You were by my side. What could separate us now?
promise, Lord. Nothing can stand in the way of your promise. Thank you, Father, for your word which says every promise in Christ is yes and amen. And so remember your people, remember your children, remember your promise, oh God. So remember your people, remember your children, remember your promise, oh God. Come on, can we declare, Lord, your grace is enough. Your grace is enough. Your grace is enough for me. Come on. Your grace is enough. Your grace is enough. Your grace is enough for. Hallelujah. Can we take a moment and declare God's promise over this land of India? Father, you have promised to heal our land, Lord. You have promised to bring forth the revival, Lord. We ask for India, Lord Father. We ask for Kerala. We speak peace upon Kochi, Lord Father. We speak of peace upon every family, Lord. Over this church of God. Father, we speak your promise over every household, every individual, every youngster, every teenager, upon every business, upon every job, upon our education, upon our career, Lord, upon the call of God upon our lives. We speak the promise of God. We speak shalom. So we once again sing, Lord, remember us. Hallelujah. Can we lift our voice together and say, Lord, remember your children, Lord. And so remember your people, remember your children, remember your promise, oh God. Come on, every house sing together. So remember your people, Lord. Remember your children, Lord. Remember your promise, oh God. Come on, lift it up. Your grace is enough. Your grace is enough. Your grace is enough for me. Your grace is enough. Your grace is enough. Your grace is enough for me. Hallelujah. We thank you, Father, for the grace of God that empowers us to do your will. Hallelujah. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. Dear brothers and sisters, honor those who are your leaders in the Lord's work. They work hard among you and give you spiritual guidance. Show them great respect and wholehearted love because of their work and live peacefully with each other. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. Brothers and sisters, we urge you to warn those who are lazy, encourage those who are timid, take tender care of those who are weak, be patient with everyone. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. See that no one pays back evil for evil, but always try to do good to each other and to all people. 16-ാം വാക്യം, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. Always be joyful, never stop praying, be thankful in all circumstances, for this is God's will for you who belong to Christ Jesus. ആത്മാവിനെ കെടുക്കരുത്,
പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. Do not stifle the Holy Spirit. Do not scoff at prophecies, but test everything that is said. Hold on to what is good. 22-ാം വാക്യം പറയുന്നു, സകലവിധ ദോഷവും വിട്ടകലുവീൻ. Stay away from every kind of evil. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. Now may the Lord of peace make you holy in every way, and may your whole spirit and soul and body be kept blameless until our Lord Jesus Christ comes again. 24-ാം വാക്യം പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. Verse 24, God will make this happen, for he who calls you is faithful. So my dear brothers and sisters, I encourage you in the days coming that you be faithful to God and seek the will of God. അതുകൊണ്ട് ദൈവമക്കളെ, വരുന്ന പുതിയ മാസത്തിൽ ദൈവേഷ്ടം ചെയ്യുവാനും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. എന്നുടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയിർ തന്നല്ലോ. എന്നുടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയിർ തന്നല്ലോ. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. രക്താംബരം പോൽ കടും ചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. രക്താംബരം പോൽ കടും ചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. കർത്താവതു ഹിമ സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. കർത്താവതു ഹിമ സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. എന്തത്ഭുതം, എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. കാർമേഘമുയരാം എന്നാൽ കർത്തൻ തള്ളുകയില്ലെന്നേ. കാർമേഘമുയരാം എന്നാൽ കർത്തൻ തള്ളുകയില്ലെന്നേ. കാണും ഞാൻ അതിൻ നടുവിൽ കൃപയെഴും തന്മഴവില്ലൊന്ന്. കാണും ഞാൻ അതിൻ നടുവിൽ കൃപയെഴും തന്മഴവില്ലൊന്ന്. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. അത്യുന്നതൻ തൻ മറവിൽ
വാസം ചെയ്തിടും ഞാനിന്ന്. അത്യുന്നതൻ തൻ മറവിൽ വാസം ചെയ്തിടും ഞാനിന്ന്. അത്യാദരം ഞാൻ പാടുന്ന ആശയും കോട്ടയും അവനെന്ന്. അത്യാദരം ഞാൻ പാടുന്ന ആശയും കോട്ടയും അവനെന്ന്. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സിയോൻ നഗരിയിൽ ഒരിക്കലിനി ഞാൻ നിൽക്കും സാനന്ദം. സിയോൻ നഗരിയിൽ ഒരിക്കലിനി ഞാൻ നിൽക്കും സാനന്ദം. കാണും പ്രിയനെ സ്തുതിയൻ പല്ലവി പാടും ഞാനെന്നും. കാണും പ്രിയനെ സ്തുതിയൻ പല്ലവി പാടും ഞാനെന്നും. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ നമ്മെ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. എന്നുടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയിർ തന്നല്ലോ. ഹല്ലേലൂയ. എന്നുടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയിർ തന്നല്ലോ. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാനെഴുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. ഓ സങ്കടത്തിൽ നമ്മെ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ പാപിയായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ തേടി വന്നതിനാൽ, ഞങ്ങളെ സ്നേഹിച്ചതിനാൽ, നിത്യജീവൻ തന്നതിനാൽ, സമാധാനം തന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തി പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഉപവാസത്തിൽ പ്രാർത്ഥനയിലായിരുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് കേൾക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജൻ ചെറിയാൻ പാസ്റ്റർ, ന്യൂ ലൈഫ് ചർച്ച് മുംബൈ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവവചനം റിസീവ് ചെയ്യാം. We invite dear Pastor Rajan Cherian for today's word. Amen. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
മുംബൈയിൽ നിന്നും ഞാൻ നിങ്ങളെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എക്സോഡസ് ചർച്ചിൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 40-ാമത്തെ ദിവസം നിങ്ങളോടൊപ്പം എനിക്കും ആകുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം എക്സോഡസ് ചർച്ചിൻ്റെ ലീഡർഷിപ്പിനായിട്ടും ഞാൻ നന്ദി പറയുന്നു, എനിക്ക് ഈ അവസരം തന്നതിന്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ നമ്മളെ ആകുല ചിന്ത ഉള്ളവരാക്കും. നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നേക്കാം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എല്ലാത്തിനും നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. എങ്കിലും സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ദൈവം നമ്മളെ എന്താണ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവം നമ്മളോട് ഈ ദിവസം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണങ്ങാം. സ്വർഗത്തിലെ പിതാവാൻ ദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 40 ദിവസം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുവാനും അങ്ങ് നിൻ്റെ മക്കൾക്ക് കൊടുത്ത സാവകാശത്തിനായിട്ട് നന്ദി. ഇന്നും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവൻ ദൈവമേ, എല്ലാവരുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. ഉത്തമമായ ഒരു ഹൃദയമാക്കി തീർക്കണമേ. മുൻവിധിയും അലസതയും അവിശ്വാസവും ഒക്കെ നീക്കണമേ. വചനം ദൈവത്തിൽ നിന്ന പോലെ സ്വീകരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സഹിഷ്ണുതയോടെ ഫലം പുറപ്പെടുവിക്കുവാൻ സഹായിക്കണമേ. മാനവും മഹത്വവും അങ്ങേക്ക് തരും എന്ന് ഞങ്ങൾ വാക്കു പറയുന്ന പിതാവേ, കാരണം മാനത്തിനും മഹത്വത്തിനും യോഗ്യൻ അങ്ങ് മാത്രമാണ്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, വീണ്ടും ഞങ്ങളെ ചേർപ്പാൻ വരുന്ന, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് അനുരൂപപ്പെടണമെന്നാണ്. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ വേണ്ടി നമ്മുടേതായ സ്വഭാവങ്ങൾ, നമ്മുടേതായ ചിന്തകൾ നമ്മൾ മാറ്റി ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ മാറിയെങ്കിലേ സാധിക്കുകയുള്ളൂ. യേശുവിനെ പോലെ ആകുവാൻ ഒരു വിശ്വാസിക്ക് വേണ്ടുന്നതായ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് മാനസാന്തരം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പ്രസംഗിച്ചു. മത്തായിയുടെ സുവിശേഷം 4:17 സ്വർഗരാജ്യം സമീപമാകിയാൽ മാനസാന്തരപ്പെടുവീൻ. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് അദ്ദേഹം പറഞ്ഞു. സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാകുന്നു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ വഴി അല്ലെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴി തെറ്റാണെന്ന് സത്യസുവിശേഷം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാകുകയും നമ്മുടെ വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരികുകയും ചെയ്യുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു പാപി മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. എന്നാൽ ഈ ഒരു ദിവസത്തെ ഒരു കാര്യമാണോ ഈ മാനസാന്തരം? മാനസാന്തരം മനസ്സിൻ്റെ രൂപാന്തരമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12:2 പറയുന്നു, ഈ ലോക വ്യവസ്ഥയ്ക്ക് നിങ്ങൾ അനുരൂപരാകാതെ മനസ്സിൻ്റെ പുതുക്കത്തിലൂടെ നിങ്ങൾ രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ നല്ലതും പ്രസാദകരവും പരിപൂർണവുമായ ദൈവഹിതം എന്തെന്ന് ശോധന ചെയ്ത് അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന്. ദൈവവചനം നമ്മൾ ഓരോ ദിവസവും കേൾക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരറിവുണ്ട്. ആ അറിവ് തെറ്റാണെന്ന് മനസ്സിലാക്കി ദൈവവചനത്തിലേക്ക്, സത്യമാകുന്ന ദൈവവചനത്തിലേക്ക് തിരിയുന്നതിനാണ് മാനസാന്തരം. ഇത് ഓരോ ദിവസവും ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ, നമ്മൾ വചനം പഠിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ വചനത്തിലേക്ക് നമ്മൾ തിരിയുന്നതാണ് മാനസാന്തരം. ആ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരും. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ വേ ഓഫ് തിങ്കിങ്. നമ്മുടെ ചിന്താഗതി എന്താണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്നത് അത് മാറ്റി ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇത് ഒരു വിശ്വാസിക്ക് എന്നും ആവശ്യമുള്ള കാര്യമാണ്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, നീതി പ്രവർത്തികൾ ചെയ്യുക. മാനസാന്തരത്തിൻ്റെ ഫലമാണ് നീതി പ്രവർത്തികൾ. നമ്മൾ എന്തിലേക്കാണ് തിരിഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനാണ് നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പൊസിഷൻ. എന്നാൽ
നീതിമാനായിട്ട് ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. 2 കൊരിന്ത്യർ 5:21 ഇങ്ങനെ പറയുന്നു, ദൈവം പാപരഹിതനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു, തന്നിലൂടെ നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് തന്നെ. 1 പത്രോസ് 2:24 ഇങ്ങനെ പറയുന്നു, നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് ക്രൂശിന്മേൽ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. റോമർ 4:25 പറയുന്നു, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തുവല്ലോ. മാനസാന്തരത്തിൻ്റെ ഫലം ആണ് നീതിപ്രവൃത്തികൾ. 1 യോഹന്നാൻ 2:29 പറയുന്നു, അവിടുന്ന് നീതിമാനെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവരെല്ലാം ആ കർത്താവിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം. 1 യോഹന്നാൻ 3:7 പറയുന്നു, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്, അവിടുന്ന് നീതിമാനായിരിക്കുന്നത് പോലെ നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാനാകുന്നു. ഞാൻ നീതിമാനാണ് എന്ന് ഞാൻ അവകാശപ്പെടുവാണെങ്കിൽ നമ്മൾ അവകാശപ്പെടണം, കാരണം ദൈവം നമ്മളെ സൗജന്യമായി നീതിമാന്മാരാക്കി. അതിനാലാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഇനിയും നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നീതിമാനായിട്ട് ജീവിക്കണം. നീതിമാൻ ഒരേ ഒരാളേ ഉള്ളൂ, യേശു. മനുഷ്യനായ യേശു ക്രിസ്തു നീതിമാനായ ദൈവമായിരുന്നു. മനുഷ്യനായ യേശു ക്രിസ്തു നീതിമാൻ ആയിരുന്നു. നീതി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പ്രവൃത്തികളാണ്. യേശുവിൻ്റെ പ്രവൃത്തി പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, നീതിമാൻ യേശുവാണ്, നീതി യേശുവിൻ്റെ പ്രവൃത്തികളാണ്, യേശുവിൻ്റെ പ്രവൃത്തി പിതാവിൻ്റെ ഇഷ്ടമാണ്. അതിനാൽ നമ്മുടെ പ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും നല്ല പ്രവൃത്തികൾ നീതി പ്രവൃത്തികളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമുക്ക് തോന്നുന്നത് ഇത് നല്ലൊരു കാര്യമാണ്, അല്ല മറ്റുള്ളവർ പറയും ഇത് നല്ലതാണ്, അതല്ല നീതി പ്രവൃത്തി. നമ്മൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മൾ നോക്കുമ്പോൾ പല അവസരങ്ങളിൽ നമുക്ക് കാണാം, മനുഷ്യർ നല്ലതെന്ന് പറയുന്നതല്ല യേശു ചെയ്തത്, പിതാവിൻ്റെ ഇഷ്ടമാണ്. ഒരിക്കൽ പത്രോസും മറ്റ് ശിഷ്യന്മാരും പറഞ്ഞു, ഇന്നലെ നമ്മൾ രോഗികളെ സൗഖ്യമായ സ്ഥലത്ത് അനേകർ വന്നിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് വീണ്ടും പോകാം. യേശു പറഞ്ഞു, ഇല്ല, എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുള്ളത്. നമ്മൾ വിചാരിക്കും യേശു ആ ഇന്നലെ സൗഖ്യമാക്കുക ആളുകളുടെ അടുത്ത് ഒന്നുകൂടെ പോകുന്ന ഒരു നല്ല കാര്യമല്ലേ? അതെ, പക്ഷേ യേശുവിന് മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കേണ്ടിയിരുന്നത്, പിതാവിനെയാണ്. അതുപോലെ തന്നെ യേശു 40 ദിവസം ഉപവസിച്ചതിന് ശേഷം വിശന്നു. ആ സമയത്ത് പിശാച് വന്ന് യേശുവിനോട് പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ പറയുക. യേശുവിന് പറയാമായിരുന്നു കല്ലിനോട് അപ്പമാകുവാൻ, കാരണം യേശു ദൈവപുത്രനാണ്. യേശുവിന് വിശന്നു, യേശുവിന് ആഹാരത്തിൻ്റെ ആവശ്യമുണ്ട്. യേശു പറഞ്ഞ കല്ല് അപ്പമായി തീരുകയും ചെയ്യും. എന്നാൽ അത് പിതാവിൻ്റെ ഇഷ്ടമല്ലായിരുന്നത് കൊണ്ട് യേശു അത് പറഞ്ഞില്ല. നല്ല പ്രവൃത്തികളെല്ലാം പിതാവിൻ്റെ ഇഷ്ടമല്ല. പ്രിയമുള്ളവരെ, എന്നെക്കുറിച്ച് ഈ സമയത്ത് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യുന്നതാണ് നീതി പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസിക്ക് ഓരോ ദിവസവും വചനം കേൾക്കും തോറും ഒരു മനസ്സിന് രൂപാന്തരം ഉണ്ടാകണം. അതാണ് മാനസാന്തരം. അവൻ നടന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് പോകണം. അങ്ങനെ തീരുമാനമെടുക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനാണ് നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത്. മൂന്നാമതായി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം, മനസാന്തരപ്പെടണം, നീതി പ്രവർത്തികൾ ചെയ്യണം. അതിന് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ ഓരോ ദിവസവും വളരണം. 2 പത്രോസ് 3:18 പറയുന്നു, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരുവേണ്ടത്. യേശുവുമായിട്ടൊരു ഇൻറ്റിമസി വേണം അവനെ അറിയുവാൻ. നമുക്ക് ആരെയെങ്കിലും അറിയണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ അവരോട് കൂടുതൽ അടുത്തെങ്കിലേ അത് സാധ്യമാകുള്ളൂ. എത്രയും കൂടുതൽ അടുക്കുകയും അവരുമായിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ കൂടുതലായിട്ട് അറിയുവാൻ സാധിക്കും. അതുപോലെ യേശുവിനെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ യേശുവുമായിട്ട് സമയം ചെലവഴിക്കണം, യേശുവിൻ്റെ കൂടെ നടക്കണം. യേശു ചെയ്തതും യേശു പറയുന്ന കാര്യങ്ങളും നമ്മൾ അറിയുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കും. ആ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയോജനം വരുത്തും. ബൈബിളവരെ 1 യോഹന്നാൻ 2:4 ഇങ്ങനെ പറയുന്നത്, അവിടുത്തെ അറിയുന്നു എന്ന് പറയുകയും അവിടുന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്, അവനിൽ സത്യമില്ല. എന്നാൽ ഒരുവൻ അവിടുത്തെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം വാസ്തവമായി അവനിൽ തികഞ്ഞിരിക്കുന്നുവെന്ന്. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരുവൻ
അവിടുന്ന് നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്താൽ നാം യേശുവിൽ തന്നെ വസിക്കുന്നുവെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഈ ഭൂമിയിൽ. യേശുവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടാണ് ചെയ്യേണ്ടത്. അവനെ പോലെ നമ്മൾ ആയിരിക്കുകയാണ് ഈ ഭൂമിയിൽ. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുമ്പോൾ അവൻ നമ്മളോട് കൂടെ വന്ന് വസിക്കും. അവൻ്റെ വാഗ്ദാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:21 പറയുന്നത്, എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. 23 പറയുന്നു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. നമ്മൾ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ കൂടുതൽ അറിയുവാൻ നമ്മൾ ആഗ്രഹിക്കും. പ്രിയമുള്ളവരെ, അവനോട് കൂടുതൽ സമയം അവനോട് കൂടെ നമ്മൾ ചെലവഴിക്കും. അങ്ങനെ നമുക്ക് അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് അധികമായി ലഭിക്കും. 2 പത്രോസ് 1:2-4 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി ലഭിക്കുമാറാകട്ടെ. 3-ാം വാക്യം പറയും, തൻ്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ അവിടുത്തെ ദിവ്യശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. 4-ാം വാക്യം, അതേ മഹത്വത്താലും ശ്രേഷ്ഠതയാലും അവിടുന്ന് തൻ്റെ മഹനീയവും അമൂല്യമായ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവയാൽ നിങ്ങൾ ദുർമോഹത്താൽ ഉണ്ടാകുന്ന ലോകത്തിലെ മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ച് എത്രയും നമ്മൾ അറിയുന്നോ അത്രയും നമ്മൾ സ്വതന്ത്രരാകും. അത്രയും നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ നമ്മളിൽ നിന്ന് മാറും. നമ്മൾ കൂടുതൽ അവനിൽ ആശ്രയിക്കാൻ തുടങ്ങും. നമുക്ക് സന്തോഷവും സമാധാനവും വർദ്ധിക്കും. നമ്മൾ മറ്റുള്ള മുമ്പിൽ ക്രിസ്തുവിനെ കാണിക്കുന്നവരായി മാറും. കാരണം നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി പങ്കാളികളായി തീരും. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വാക്കിനാലും പ്രവൃത്തിയാലും എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്ത് പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ. വാക്കിനാലും പ്രവൃത്തിയാലും എന്ത് ചെയ്താലും, ഓരോ ദിവസവും നമ്മൾ ഒരുപാട് വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് യേശുവിൻ്റെ നാമത്തിൽ വേണം നമ്മൾ ചെയ്യുവാൻ. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ നീതി പ്രവൃത്തികൾ എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തിന് മഹത്വം പോകുന്നുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും യേശുവിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കണം. യേശു അതിൽ കൂടെ വെളിപ്പെടണം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളുണ്ട്. ഇത് വായിച്ചാൽ നമുക്ക് യേശുവിനെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് വായിക്കാത്ത ആളുകൾ നമ്മളെ വായിക്കും. 5-ാമത്തെ സുവിശേഷം നമ്മളാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ എവിടെ ആയിക്കൊള്ളട്ടെ, ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, പഠിത്തമായിക്കോട്ടെ, ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും യേശുവിൻ്റെ ഫ്ലേവർ ഉണ്ടോ? ആളുകൾ യേശുവിനെ കാണുന്നുണ്ടോ നമ്മളിൽ കൂടി? അതാണ് നമ്മുടെ ദൗത്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ഉദ്ദേശമാണ്, ഒരേ പർപ്പസാണുള്ളത്. ആ യേശുവിനെ അറിയാത്തവരെ യേശുവിനെ അറിയിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഓരോ ദിവസവും മനസ്സിൻ്റെ രൂപാന്തരത്തിലൂടെ ദൈവഹിഷ്ടം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് പ്രവൃത്തിയിലാക്കി ആ ദൈവ പരിജ്ഞാനത്തിൽ കൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിനെ കാണിക്കുന്നവരായി നമുക്ക് തീരാം. അതാണ് ദൈവം നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്ന. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 40 ദിവസവും നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം ഒരുപാട് കേട്ട് പല ദൈവദാസന്മാരിൽ കൂടി കേട്ടു. നിങ്ങൾ വചനം ധ്യാനിച്ചപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിച്ചു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതമെന്നാണ് പറയുന്നത്. ഇത് ചില ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഇത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആളുകൾക്ക് ക്രിസ്തുവിനെയാണ് വേണ്ടിയത്. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം യേശു ക്രിസ്തുവാണ്. നമ്മളെ ഇന്ന് അതിനുവേണ്ടി ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ വെളിച്ചമായി ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മലമേലിരിക്കുന്ന പട്ടണം പോലാണ് നമ്മൾ മറഞ്ഞിരിക്കാൻ പാടില്ല. തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്കാണ് നമ്മൾ. വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശം കൊടുക്കുന്നവരാണ് നമ്മൾ. പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. എന്താണ് നമ്മുടെ നല്ല പ്രവൃത്തികൾ? മനുഷ്യരെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, അതാണോ? അല്ല. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് നല്ല പ്രവൃത്തികൾ. അതാണ് യേശു ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ആ നല്ല പ്രവൃത്തികൾ നമുക്ക് കൊണ്ടുവരാൻ. പ്രിയമുള്ളവരെ, അതിൽ കൂടി പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. ദൈവം വലിയവനാണ്, അവൻ്റെ മഹിമ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല.
പക്ഷെ ആ മഹത്വം അറിയാത്ത അനേകം ആളുകളുണ്ട്. അവരെ അറിയിക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഉള്ളവരെ ക്രിസ്തുവിനെ കാണിക്കുവാൻ. എങ്ങനെയാണ്? നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും യേശുവിൻ്റെ ഫ്ലേവർ ഉണ്ടായിരിക്കണം. അതിൽ കൂടി ജനങ്ങൾ മനസ്സിലാക്കണം, ഇവർ വ്യത്യസ്തരാണ്, ഇവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആളുകളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മളിൽ കൂടി അവർ കാണണം. പ്രിയമുള്ളവരെ, ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ സഭയായിട്ട് ഈ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ദൈവം ശക്തിയോടുകൂടി എക്സോഡസ് ചർച്ചിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഈ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ എത്രയും പെട്ടെന്ന് തന്നെ മാറാൻ പോവുകയാണ്. മനുഷ്യൻ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ടാണ് അത് മാറുന്നത്. അങ്ങനെ മാറുമ്പോൾ സഭയെ, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ ദൈവം ശക്തിയോടുകൂടി അത്ഭുതങ്ങളും അടയാളങ്ങളാലും കൂടെ ഉപയോഗിക്കാൻ പോവുകയാണ്. എക്സോഡസ് ചർച്ച് അതിൻ്റെ ഒരു വലിയ ഭാഗമാകാൻ പോവുകയാണ്. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. സ്വർഗത്തിൽ ദൈവം, ഇന്നത്തെ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപസിച്ച് പ്രാർത്ഥിക്കുവാൻ നീ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കേട്ട വചനം പോലെ കർത്താവേ, ഒരു മാനസാന്തരം, ഞങ്ങൾ കേട്ട വചനത്തിലേക്ക് തിരിയുവാൻ എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി കൊണ്ടുവന്ന് ദൈവ ഇഷ്ടം ഞങ്ങളുടെ പ്രവൃത്തി കൂടെ കൊണ്ടുവരുവാനും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും യേശു ക്രിസ്തുവിനെ കാണിച്ച് ജീവനുള്ളൊരു ദൈവമുണ്ട്, സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എക്സോഡസ് ചർച്ചിനായിട്ട് സ്തോത്രം, ലീഡർഷിപ്പിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശ്വാസികൾക്കായിട്ടും ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നീ ശക്തിയോടുകൂടി അവരെ ഉപയോഗിക്കണമേ. ഒരു പുത്തൻ അഭിഷേകം അവരുടെ മേൽ ഇപ്പോൾ പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ ഉയർത്തണമേ. ഈ സഭയുടെ മേലുള്ള അങ്ങയുടെ എല്ലാ ആലോചനകളും നിവൃത്തിയാകട്ടെ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവേ. നിൻ്റെ സമാധാനത്താൽ, നിൻ്റെ സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. പുത്തൻ അഭിഷേകത്തോടു കൂടി നീ അവരെ ഉപയോഗിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും കൂടെ ഇരിക്കണമേ. ഓരോ വിശ്വാസിയെയും അങ്ങ് ബലപ്പെടുത്തണമേ. ഓരോ വിശ്വാസിയും യേശുവിനെ കാണിക്കുന്നവരായി തീരട്ടെ, യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരട്ടെ, ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പറ്റാ. കൊച്ചി പട്ടണത്തിൽ ഒരു വിളക്കായിട്ട്, കേരളത്തിലൊരു വിളക്കായിട്ട് അവർ പ്രകാശിക്കട്ടെ. അത് ഇന്ത്യയിൽ എല്ലായിടത്തും കത്തട്ടെ കർത്താവേ. അനേക രാജ്യങ്ങളിലേക്ക് അത് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിൻ്റെ നാമം ഈ സഭയിൽ കൂടി മഹത്വപ്പെടട്ടെ. പാസ്റ്റർ രബിക്കായിട്ട്, പാസ്റ്റർ ദേവിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരുടെ കൂടെയുള്ള എല്ലാ ദേവദാസന്മാർക്കായിട്ട് സ്തോത്രം. എല്ലാ വിശ്വാസികൾക്കായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. സകല മഹത്വം പിതാവേ ഞാൻ അങ്ങേക്ക് തരുന്നു. കാരണം മഹത്വത്തിന് യോഗ്യൻ അങ്ങ് മാത്രമാണ്. ദൈവമേ, അങ്ങയുടെ ദാസൻ എന്ന അധികാരത്തിലൂടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സഭയായിട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപാലുവായിരിക്കട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി ശാലോം അവൻ നിങ്ങൾക്ക് നൽകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒന്നും
സ്തുതിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികയ്ക്കുന്നതെന്റെ ആഹാരം, വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. എല്ലാ കരങ്ങളെയും ഉയർത്തി. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. I love you, my Father, Lord. I love you, Father. I love you, Father. I love you, Father. Love you, Father. I love you, my Jesus. I love you, Jesus. I love you, Jesus. I love you, Jesus. Love you, Jesus. I love you, my Holy Spirit. I love you, Spirit. I love you, Spirit. I love you, Spirit. Love you, Spirit. Sing hallelujah. Hallelujah. Jesus, we worship you, Lord. Holy Spirit, we worship you, Lord. We give you all the glory, honor, and power and praise to you, Lord Jesus.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 40 ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയൊക്കെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ വലിയ കൃപയാണല്ലോ. ചിലർ ഫുള്ളായിട്ടും ചിലർ പാർഷ്യലായിട്ടും എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ദൈവം ഒത്തിരി അവസരം നൽകി. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അനേക ദേവദാസന്മാർ നമ്മളോട് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്തു. അനേക വചനങ്ങൾ, ആലോചനകൾ നമുക്ക് കേൾക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. അതിനെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിച്ച പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൈ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഓരോ തലമുറകൾക്ക് വേണ്ടി, നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി, അത് ഈ പട്ടണത്തിലായിക്കോട്ടെ, ദൂരെയുള്ള വിഷയങ്ങളായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൈ അനുകൂലമായി പ്രവർത്തിക്കുന്ന, വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൈ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കൊന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അവിടുന്ന് കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം. പിതാവേ, അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക്, ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളിലേക്ക്, പട്ടണത്തിലേക്ക്, ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളിലേക്ക് മറുപടികളെ അയച്ച് അവിടുന്ന് മാനിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ, ഞങ്ങളതിൻ്റെ വ്യത്യാസങ്ങൾ, അതിൻ്റെ മറുപടികൾ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമാറ് കാര്യങ്ങളെ അവിടുന്ന് മാറ്റിമറിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം കർത്താവെ, ഞങ്ങളുടെ പട്ടണങ്ങൾക്ക് സൗഖ്യം, ഞങ്ങളുടെ സംസ്ഥാനത്തിന് സൗഖ്യം, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം നീട്ടി അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. അനേക കർത്താവെ, പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കുന്ന മാനസാന്തരത്തിന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അത് ഞങ്ങളുടെ രാജ്യത്തിൽ, ഞങ്ങളുടെ പട്ടണങ്ങളിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ അത്ഭുതങ്ങളെ ചെയ്യണമേ. അങ്ങയുടെ പരിജ്ഞാനം കൊണ്ട് ഈ ദേശം നിറയട്ടെ, ഞങ്ങളുടെ രാജ്യം നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മേൽ വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മുഴുമഹത്വത്തോടെയും മുഴു ശക്തിയോടെയും അവിടുന്ന് വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് സ്വസ്ഥതയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. രോഗങ്ങളെ ഞങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയണം. എല്ലാ വ്യാധികളിൽ നിന്നും കർത്താവേ, മഹാമാരിയിൽ ഞങ്ങളുടെ ദേശത്തെയും കുടുംബങ്ങളെയും രാജ്യത്തെയും അവിടുന്ന് രക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പാപങ്ങളിൽ നിന്ന് കർത്താവെ മനുഷ്യനെ രക്ഷിക്കുന്നതിനായി സ്തോത്രം. നിത്യജീവന്റെ കർത്താവെ, ആ സത്യം കർത്താവെ, ആ വലിയ അനുഭവം ഇന്ത്യയിലുള്ള സകല മനുഷ്യരിലേക്കും ഈ സന്ദേശം എത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ നടുവിൽ വചനം ശുശ്രൂഷിച്ച ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്ത്യയിലെ സഭകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ രാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് കർത്താവെ, ദൈവത്തിൻ്റെ വലിയ ഉണർവ് ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ശക്തിയോടെ ആളിക്കത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും കർത്താവ്, എല്ലാ കുടുംബങ്ങളുടെ മേലും സമാധാനവും സ്വസ്ഥതയും ആരോഗ്യവും, ഭൗതിക വിഷയങ്ങളുടെ മേൽ, സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ, ആരോഗ്യ വിഷയങ്ങളുടെ മേൽ, പ്രോപ്പർട്ടി വിഷയങ്ങളുടെ മേൽ കർത്താവെ, തലമുറകളുടെ ഭാവി വിഷയങ്ങളുടെ മേൽ, വിദ്യാഭ്യാസ വിഷയങ്ങളുടെ മേൽ, ജോലിയുടെ മേൽ, ബിസിനസിന്റെ മേൽ എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ, ശുശ്രൂഷകളുടെ മേൽ എല്ലാം വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായ വഴികളും വാതിലുകളും കുടുംബങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. കർത്താവെ, രാജ്യങ്ങളിലേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളെല്ലാം മാറട്ടെ. കർത്താവെ, വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കണമേ. വസ്തു സംബന്ധമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി പ്രവർത്തിക്കണമേ. കൃഷി സമ്പത്തിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ ജോലികളെയും ബിസിനസ്സുകളെയും വിദ്യാഭ്യാസത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കൂടെ പങ്കുചേരുന്ന എറണാകുളത്തും കർത്താവ്, കേരളത്തിലും ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കർത്താവ് ലീഡർഷിപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭയിലെ ലീഡർഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരുടെ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കേരളത്തിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും ഞങ്ങളുടെ കോടതി ജഡ്ജിമാർക്കും കർത്താവ്, ഞങ്ങളുടെ ആർമി നേവി എയർഫോഴ്സിനും കർത്താവ്, എല്ലാ കർത്താവ് പാർലമെന്റേറിയൻസിനും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ
ഈ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വവും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ നീതിയും അങ്ങയുടെ ദൈവപ്രവൃത്തികളും ഈ രാജ്യത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നവയ്ക്കായിട്ട് സ്തോത്രം. ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ ലോകരാജ്യങ്ങളിൽ മുഴുവനും സകല ഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിലേക്ക് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ വിത്ത് ജീസസ്.